ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ കുറേ ആയി ഭക്ഷണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട്. കാരണം എൻ്റെ മക്കൾ ഒരാൾ ജോലി സ്ഥലത്തുമാണ്, ഒരാൾ റിസോർട്ട് നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവും. അപ്പോൾ സ്ഥിരമായിട്ടിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല ഫുഡല്ലേ വേണ്ടു. അവർ പോകുന്നവർ രാവിലെ പോകും, അതിരാവിലെ പോകും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടേ പോകില്ല. അപ്പോൾ കുറേ നാളായി. ഇപ്പോൾ ദോശയൊക്കെ ആകുമ്പോൾ 2 ദിവസം ഉണ്ടാക്കാം, ചപ്പാത്തി പരത്തി വെച്ചാലും 2 ദിവസം എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ദോശയ്ക്ക് ചട്നി ഒന്നും അരച്ചില്ല, കാരണം ചട്നി അരച്ചാൽ അത് ബാക്കിയായി പോവും. പിന്നെ ഇങ്ങനെ ഉരുളൻകിഴങ്ങ് ഉള്ളിയൊക്കെ കറി വെക്കുകയാണെങ്കിൽ രാത്രി ചപ്പാത്തിക്ക് എടുക്കുകയും ചെയ്യാം. ബാക്കിയുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു ഉരുളൻകിഴങ്ങും ഒരു സബോള എടുത്തിട്ടാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയത്. ഇത് മതിയാവും. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്, ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നണ്ടേന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മക്കൾ എന്തെങ്കിലും ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കരുത്, എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളണം എന്നൊക്കെ പറയണമായിരുന്നു. അല്ലെങ്കിലൊക്കെ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കും, അവർക്ക് ഇഷ്ടമല്ല ഉപ്പുമാവ് ഒന്നും. പിന്നെ ചേമ്പ് ഇവിടുന്ന് പറിച്ചായിരുന്നു, ചേമ്പ് പുഴുങ്ങും. പിന്നെ ഇപ്പോൾ വീഡിയോ ഇപ്പോൾ കുറവാണ് ഇടാൻ. ഭക്ഷണ സാധനങ്ങളൊന്നും അധികം ഉണ്ടാക്കാത്തതുകൊണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മരുമകൾ പ്രസവിച്ച് കഴിഞ്ഞ് വന്ന് 1 മാസം നിന്നിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അവളുടെ വീടിൻ്റെ അടുത്താണ് ജോലി. അപ്പോൾ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കാനാണ് സൗകര്യം. ഇവിടുന്ന് ഇത്രയും ദൂരം പോയി വരാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ 8 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ മാനേജ് ചെയ്യാനുള്ള ഇത് ഓർത്തിട്ടാണ്. പിന്നെ പെട്ടെന്ന് അടുത്തൊന്നും ഓടി വരാൻ ആരും ഇല്ല. താനും അവിടെ ആകുമ്പോൾ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, അമ്മായിയുണ്ട്. പിന്നെ അടുത്ത് തന്നെയാണ് അമ്മയുടെ അനുജത്തിയൊക്കെ, ഏട്ടത്തിമാരും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നിൽക്കുന്നത് കുഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കാണും, അല്ലെങ്കിൽ അവർ ഒഴിവുള്ള ദിവസം, മോൻ വരുന്ന ദിവസം ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. കാര്യം ശരിയാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയത് എത്രയും കാലം. പക്ഷേ നമ്മളുടെ പ്രായവും നോക്കണമല്ലോ.